Hi guys, Assalamualaikum. This is Bichu Fahima here. Welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നമ്മൾ തലശ്ശേരി മാഹി സൈഡിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഡിഷാണിത്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല വെച്ച തിരുളുവത്തിലാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഏതൊരു ഒക്കേഷനും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ ഇവിടെ 250 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പ്രോൺസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ബാച്ച് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഫ്രൈ ചെയ്ത പ്രോൺസ് ഒന്ന് മാറ്റി വെക്കാം. ആ സെയിം വെളിച്ചെണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ആ ഒരു ഇഞ്ചിന്റെ വെളുത്തുള്ളിൻ്റെ എല്ലാം പച്ചമണം മാറിയാൽ അതിലേക്ക് 3 ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വാടി വന്നാൽ പൊടികളെല്ലാം ഓരോന്നായി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരംമസാല. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഒന്ന് ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരിക്കലും മിക്സിയിലിട്ടിട്ട് ഓവർ പൾസ് ചെയ്യരുത്. ആ ഒരു പ്രോൺസ് ബൈറ്റ് ചെയ്യാൻ പറ്റണം, എന്നാൽ മാത്രമാണ് മസാല നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി ഈ മസാലയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് നേരിയരി 3 മണിക്കൂർ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബാറ്റർ ഞാൻ അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് തേങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ 1-ാം പാൽ എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും എടുത്തിട്ടുണ്ട്. ആ ഒരു 1-ാം പാലിൽ നിന്ന് 1/4 കപ്പ് പാല് ഞാൻ വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തിരുളുവത്തിൽ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഡ്രോപ്പ് ചെയ്യാനുള്ളതാണ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സറിലേക്ക് കുതിർത്ത് വെച്ച നേരിയരിയും 3 ഏലക്കായും 3 ടേബിൾ സ്പൂൺ ചോറും 1 മുട്ടയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നേരത്തെ എടുത്ത് വെച്ച 2-ാം പാലും ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ 2-ാം പാല് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കാൻ പാടില്ല, കുറച്ചായിട്ട് ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം. 2-ാം പാൽ അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് 1-ാം പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. ഫില്ലിങ്ങും ബാറ്ററും റെഡിയായി. ഇനി ഈ ഒരു സിലിക്കൺ മോൾഡിലാണ് ഞാൻ ഇതൊന്ന് ലെയർ ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി അതിലേക്ക് നന്നായി ഓയിൽ ഗ്രീസ് ചെയ്ത് ചൂടായ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ കപ്പിലും ഓരോ സ്പൂണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഫില്ലിംഗ് വെച്ച് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ കുക്കായാൽ എല്ലാ കപ്പിലും ഇതുപോലെ ഒന്ന് തേങ്ങാപ്പാൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു തേങ്ങാപ്പാൽ ഡ്രൈ ആയാൽ മാത്രമാണ് നെക്സ്റ്റ് ലെയർ ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മേലെ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരു ലെയർ നന്നായിട്ട് കുക്കായാൽ മാത്രമാണ് അടുത്ത ലെയർ ഒഴിക്കാൻ പാടുള്ളൂ. ഞാൻ ഈ ഒരു സിൽക്ക് മോൾഡിൽ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റീമറിൽ വെക്കാൻ പറ്റിയ പാത്രത്തിൽ ലെയർ ബൈ ലെയർ ആയി ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അതും ഫില്ലിങ്ങും നിങ്ങൾ ഇഷ്ടം പോലെ വെച്ചാൽ മതി.
ഓരോ ലെയറും കുക്കായാൽ അതിൻ്റെ മേലെ ഇതുപോലെ തേങ്ങാപ്പാലൊന്ന് തടവി കൊടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് കുക്കായപ്പോൾ ഞാൻ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് സ്റ്റീമറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിൽ തന്നെ അടർന്നു വരും. കാണാനുള്ള ലുക്ക് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതും തീരെ ഓയിലി അല്ലാത്തതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനിയും കൂടുതൽ റെസിപ്പീസ് ആയിട്ട് വരുന്നതാണ്. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.